തന്നെ കൊടുക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുവെന്ന തുറന്നുപറച്ചിലുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഓഫീസ് മറ്റൊരു പൂട്ടിയതിൽ ലക്ഷ്യം വേറെയാണെന്നും വ്യക്തിപരമായി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും കാണാതായി എന്ന് പറഞ്ഞ ഉപകരണം എവിടെയും പോയിട്ടില്ലെന്ന് പ്രിൻസിപ്പലിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സർക്കാരും ആരോഗ്യവകുപ്പും വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ഉപകരണം കാണാനില്ലെന്ന വാദം. വിശദാംശങ്ങളുമായി SP ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, തന്നെ കുടുക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ തുറന്നു പറച്ചിൽ പലരെയും അലോസരപ്പെടുത്തി അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്നത് എന്നുള്ള വിമർശനമാണോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും KP, ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് KGMCT ഗ്രൂപ്പിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അവധിയിലാണ്. ഈ മാസം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അവധിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ മുറിയുടെ താക്കോൽ, ഒഫീഷ്യലായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ താക്കോൽ അദ്ദേഹം സൂപ്രണ്ടിന് കൈമാറിയിരുന്നു. ഡോക്ടർ ടോമി എന്ന് പറയുന്ന ആൾക്കാണ് അദ്ദേഹം കൈമാറിയത്. ശേഷം അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടി തന്നെ ആ മുറി തുറക്കുകയും അവിടെയുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ഒക്കെ തന്നെ ഡോക്ടറും സൂപ്രണ്ടനും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് ചെയ്തിരുന്നു. അതൊന്നും തനിക്ക് പ്രശ്നമല്ല. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറി അതിക്രമിച്ച് തുറക്കുകയും അവിടെ മറ്റൊരു താഴിട്ട് പൂട്ടാനുള്ള ഒരു ശ്രമമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൃത്രിമമായി എന്തോ അവിടെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. തന്നെ കൊടുക്കാനുള്ള ശ്രമമാണോ എന്ന് താൻ ഭയക്കുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇന്നലെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയുണ്ടായത്. താൻ എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന കാര്യം വ്യക്തമായി തന്നെ വിദഗ്ധ സമിതിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിദഗ്ധ സമിതി ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത് ഉപകരണം കാണാനില്ല എന്നാണ്. പക്ഷേ ഡോക്ടർ ഹാരിസ് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഉപകരണം കാണാനില്ലാതായിട്ടില്ല, ഉപകരണം അവിടെ തന്നെയുണ്ട്. അത് ഇന്നലെ തെളിയുകയുണ്ടായി. കാരണം ഈ ഒരു സൂപ്രണ്ട് ആ ഒരു മുറി പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഒരു ഉപകരണം ഉള്ളതായി കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഉപകരണം എങ്ങും തന്നെ പോയിട്ടില്ല, ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തികച്ചും ശരിയായൊരു വാദമായിരുന്നു. അപ്പോൾ ഉന്നയിക്കേണ്ട മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ആ ഒരു ഉപകരണം കാണാനില്ല അല്ലെങ്കിൽ ഉപകരണ ക്ഷാമമല്ല, ഉപകരണം കാണാനില്ലാതിരിക്കുന്നു? ആ ഒരു കാര്യത്തിൽ ആരോഗ്യമന്ത്രി ചോദ്യമുനയിൽ നിർത്തിയത്, ഇരുട്ടിലാക്കിയത് ഡോക്ടർ ഹാരിസിനെ തന്നെയാണ്. അത്രയും ജനകീയനായൊരു ഡോക്ടറിനെ ഈ ഒരു ചോദ്യമുനയിൽ നിർത്തി ഇത്രയും മാനസിക സമ്മർദ്ദത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ് എന്നൊരു കാര്യമാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന ഡോക്ടർ ഹാരിസിൻ്റെ വാദം തികച്ചും ശരിയുള്ളതാണ് എന്ന് വിലയിരുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും മാനസിക സമ്മർദ്ദം മൂലം അദ്ദേഹം ഇപ്പോൾ വളരെയധികം ഒരു വിഷമത്തിലാണ് എന്നൊരു കാര്യം കൂടി നമുക്ക് ആ ഒരു വാട്സപ്പ് ചാറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. താൻ ചെയ്യാത്ത കുറ്റം തൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. KP ശ്രീനന്ദിയാണ് വിശദാംശങ്ങൾ നൽകിയത്.